പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ. ഇന്ന് 2026 ജൂലൈ മാസം 3-ാം തീയതി വെള്ളിയാഴ്ച. ഈ പുതുദിനം നമുക്കേവർക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 19-ാം വാക്യം. ജഡ്ജസ് ചാപ്റ്റർ 16 വേഴ്സ് 19 നാം ഇപ്രകാരം വായിക്കുന്നു: അവൾ അവനെ മടിയിൽ ഉറക്കി ഒരാളെ വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി, അവന്റെ ശക്തി അവനെ വിട്ടുപോയി. ഇസ്രായേൽ ജനം ഫെലിസ്തീയരുടെ കയ്യിൽ 40 വർഷം ദണ്ഡിപ്പിക്കപ്പെട്ടു. ദൈവം അവരുടെ ദീനരോധനം കേട്ട് ഫെലിസ്തീയരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ഒരു പുതിയ പദ്ധതി തീരുമാനിച്ചു. അങ്ങനെ മനോഹയെ ദൈവം എടുത്തുപയോഗിക്കുകയാണ്. മനോഹയുടെ ഭാര്യ വന്ധ്യയായിരുന്നു. എന്നാൽ ദൈവം തന്റെ ദൂതനെ വിട്ട് മനോഹയുടെ ഭാര്യയുമായി സംസാരിക്കുകയും തുടർന്ന് ദൈവം അവർക്കൊരു പൈതലിനെ നൽകുന്നു, ശിംശോൻ. ദൈവത്തിന്റെ പ്രത്യേക പദ്ധതി മനോഹയുടെ ഭാര്യയോട് പറഞ്ഞു, എന്തൊക്കെ കഴിക്കണം, കുടിക്കണം, എന്തൊക്കെ പാലിക്കണം. ഉണ്ടാകാൻ പോകുന്ന മകൻ നാസീർ വ്രതക്കാരനായി എന്തൊക്കെ ആചരിക്കണം. പഴയ നിയമത്തിൽ നാസീർ വ്രതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിവരിക്കുന്നു. അങ്ങനെ ശിംശോൻ ദൈവശക്തിയിൽ ദൈവത്തിന് വേർതിരിക്കപ്പെട്ടവനായി മുതിർന്നും വളർന്നും വന്നു. അവന്റെ ജീവിതയാത്രയിൽ പല നല്ലതും തീയതും ഒക്കെയായി കടന്നുപോയി. അങ്ങനെ സോരേക് താഴ്വരയിൽ ദലീലയുമായി ബന്ധത്തിലാകുന്നു, ചങ്ങാത്തത്തിലാകുന്നു. ഇതറിഞ്ഞ് ഫെലിസ്തീയ പ്രഭുക്കന്മാർ ദലീലയെ സമീപിക്കുകയും അവർ ഓരോരുത്തരായി 1100 പണം അവൾക്ക് നൽകാമെന്ന് വാഗ്ദാനം നൽകി ശിംശോന്റെ ശക്തിയുടെ ഉറവിടം കണ്ടെത്തുവാൻ ദലീലയെ നിയോഗിക്കുന്നു. ദലീല ഇത് തക്കത്തിൽ ഉപയോഗിച്ചു. പക്ഷേ ആദ്യത്തെ 3 പ്രാവശ്യവും ദലീലയെ ശിംശോൻ ചതിച്ചു, അഥവാ ഉള്ള കാര്യം പറഞ്ഞില്ല. അതേ തുടർന്ന് ദലീല വളരെ നയപരമായി അഭിനയിച്ചു ശിംശോനെ ബുദ്ധിമുട്ടിക്കുകയും ശിംശോൻ തന്റെ ഈ പ്രത്യേക ആരോഗ്യത്തിന്റെ രഹസ്യം ദലീലയോട് പറയുന്നു. ദലീലയോട് പറയുകയാണ്, ഞാൻ യഹോവയ്ക്ക് വേർതിരിക്കപ്പെട്ടവൻ. എന്റെ തലയിലെ ഈ 7 ജടകൾ ക്ഷൗരം ചെയ്യാതിരിക്കുന്നതാണ് എന്റെ ശക്തിയുടെ ഉറവിടം. ഇത് മനസ്സിലാക്കിയ ദലീല ചെയ്തതാണ് ഇന്ന് നാം വാഗ്ദത്ത വചനമായി 19-ാം വാക്യത്തിൽ വായിച്ചു കേട്ടത്. ശിംശോനെ ദലീല മടിയിൽ ഉറക്കി ഒരുവനെ വിളിച്ച് അവന്റെ തലയിലെ മുടി ക്ഷൗരം ചെയ്തു. അടുത്ത വാക്യം അതാണ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ കാതലായ ഭാഗം. അവൾ അവനെ ഒതുക്കി തുടങ്ങി, അവന്റെ ശക്തി അവനിൽ നിന്നും വിട്ടുപോയി, ഒരു സാധാരണ പുരുഷനെ പോലെ ആയിത്തീരുക. അവൾ അവനെ ഒതുക്കി തുടങ്ങി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഇത് പഴയ നിയമകാലത്തിൽ BC-യിൽ ഇസ്രായേൽ ചരിത്രത്തിൽ നടന്ന
ഒരു സംഭവമാക്കി മാത്രം കാണുമ്പോൾ ഇങ്ങനെയുള്ള ദലീലകളും ശിംശോനും ഇന്നും നമുക്കിടയിൽ ജീവനോടെ ഉണ്ട് എന്നുള്ള സത്യം മറന്നു പോകരുത്. പലതുകൊണ്ട് പലരെയും ഒതുക്കുകയാണ്, പിടിച്ചു കെട്ടുകയാണ്. ഉയരാതെ വണ്ണം, വളരാതെ വണ്ണം, ഫലം കൊടുക്കാതെ വണ്ണം, നന്മയിലേക്ക് എത്താതെ വണ്ണം ഇന്ന് പലരെയും ലോകമാകുന്ന ദലീല പിടിച്ചു കെട്ടുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തണ്ട, ആരെയും വിരൽ ചൂണ്ട. സ്വയം ചിന്തിക്കുക, എന്നെ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ചിലർക്ക് കോപമായിരിക്കാം, ചിലരുടെ ചില ബലഹീന സ്വഭാവങ്ങൾ, ചിലർക്ക് സൗന്ദര്യം, ചിലർക്ക് കുടുംബ മഹിമകൾ, ചിലർക്ക് വിദ്യാഭ്യാസം, ചിലർക്ക് പണം, ചിലർക്ക് സ്ഥാനം. അങ്ങനെ നീണ്ടുപോകുന്നു നമ്മെ ഓരോരുത്തരെയും പിടിച്ചടക്കുന്ന ഇന്നിന്റെ ദലീലകൾ. അവസാനം എന്ത് സംഭവിക്കും? താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ശിംശോനെ ഫെലിസ്ത്യർ എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ 3 പ്രാവശ്യങ്ങളിൽ ശിംശോൻ ചാടി എഴുന്നേറ്റതുപോലെ ചാടി എഴുന്നേറ്റപ്പോൾ തന്റെ ശക്തി ക്ഷയിച്ചു എന്ന് താൻ തിരിച്ചറിയുകയും അവനെ പിടിച്ചു കെട്ടി കണ്ണ് കുത്തിപ്പൊട്ടിച്ച് വെറും ഒരു കളിപ്പാവ പോലെ അവളുടെ ക്ഷേത്രത്തിൽ ആക്കി വെച്ചു. എന്നെ നിങ്ങളെ പിടിച്ചു കെട്ടുവാൻ, പിടിച്ചൊതുക്കുവാൻ നമുക്ക് ചുറ്റും ശത്രു പല രൂപത്തിലും ഭാവത്തിലും ഓടി നടക്കുകയാണ്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് നമുക്ക് ചുറ്റും, എനിക്ക് ചുറ്റും, നമ്മുടെ കുടുംബത്തിന് ചുറ്റും, കുഞ്ഞുങ്ങൾക്ക് ചുറ്റും, സഭയ്ക്ക് ചുറ്റും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഒതുക്കുവാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരും അനുവദിക്കരുത്. എന്നെ കേൾക്കുന്ന അമ്മമാരെ, പിതാക്കന്മാരെ, പ്രാർത്ഥനയുടെ കോട്ട നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ഭവനങ്ങൾക്കും ചുറ്റുമുണ്ടായിരിക്കണം. നമ്മുടെ സഭകളിൽ എന്തുകൊണ്ടാണ് അനാവശ്യ പ്രശ്നങ്ങൾ ഉയരുന്നത്? പ്രാർത്ഥനയുടെ ശക്തി കുറഞ്ഞു, പണത്തിന്റെ ശക്തി കൂടി, അധികാരത്തിന്റെ ശക്തി കൂടി, സ്ഥാനത്തിന്റെ ശക്തി കൂടി, പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു, കൂട്ടായ്മ കുറഞ്ഞു, ആരാധന കുറഞ്ഞു, ശുശ്രൂഷകൾ കുറഞ്ഞു. ഇന്ന് കലാപരിപാടികൾ വർദ്ധിക്കുന്നു, പ്രോഗ്രാമുകൾ വർദ്ധിക്കുന്നു. ജനങ്ങളുടെ ആത്മീയ ഉദ്ധാരണം നടത്തേണ്ടുന്ന സഭകൾ, കൂട്ടായ്മകൾ, ദൈവമക്കൾ, ദൈവദാസന്മാർ അതിന് പകരം വെറും ക്ലബുകളായും അത് നടത്തുന്ന വെറും നടത്തിപ്പുകാരായും മാറുമ്പോൾ ദലീലകൾ ദൈവമക്കളുടെ ശക്തി പിടിച്ചൊതുക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച തൃപ്തി, സന്തോഷം ഈ നാളുകളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കുണ്ടോ? ഒരു ആരാധന കഴിഞ്ഞ് പഴയകാല തൃപ്തി, അനുഗ്രഹം, സന്തോഷം മുഖത്തുണ്ടോ? പഴയതുപോലെ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? വചനം വായിക്കുവാൻ കഴിയുന്നുണ്ടോ? അതിന് പകരം ഇന്ന് പല ചിന്തകളാൽ മുഴുകി പ്രാർത്ഥിക്കാൻ സമയമില്ല, വചനം വായിക്കാൻ സമയമില്ല, ആരാധനയിൽ പങ്കെടുക്കുന്നു, പക്ഷേ നാം ഉള്ളുകൊണ്ട് അകലെയാണ്. വെറുതെ ഇരുന്നു കൊടുക്കുകയല്ലാതെ എല്ലാം ചടങ്ങുകളായി മാറുന്നു. ദലീല എന്നെയും നിങ്ങളെയും പിടിച്ചൊതുക്കി. എന്നിട്ടോ മറ്റുള്ളവരിൽ നിന്നും അച്ചാരം വാങ്ങി മറ്റുള്ളവരെയും പിടിച്ചൊതുക്കുകയാണ്.
നമ്മളിലുള്ള ആത്മശക്തി നമുക്കെതിരെ ആരെല്ലാം ഏതെല്ലാം വിധങ്ങളിൽ ഉയർന്നാലും, സഹോദരങ്ങളെ, ദൈവമക്കളെ, സുവിശേഷ വേലക്കാരെ, നമ്മിൽ നിന്ന് പോകുവാൻ സമ്മതിക്കരുത്. ഒരുപക്ഷെ നമ്മളെ ഇഷ്ടമുള്ളവരെക്കാൾ 10 മടങ്ങ് അധികമായിരിക്കാം ഇഷ്ടമില്ലാത്തവർ. നമ്മളെക്കുറിച്ച് ഒരു വാക്കെങ്കിലും നല്ലത് പറയുന്നവരെക്കാൾ 100 മടങ്ങ് ആളുകൾ ഏറ്റവും ഹീനമായി നമ്മെക്കുറിച്ച് പറഞ്ഞെന്നിരിക്കാം. പക്ഷേ നമ്മെ വ്യക്തമായി അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം നമ്മെ അറിയുന്നിടത്തോളം കാലം നമ്മുടെ കൃപ, നമ്മുടെ ആത്മശക്തി ഒരു ദലീലയ്ക്കും അടിയറവ് വെക്കരുത്, പിടിക്കൊടുക്കരുത്, ശക്തി ക്ഷയിക്കരുത്. അതുകൊണ്ട് കൃപമേൽ കൃപ പ്രാപിച്ച്, ബലത്തിന്മേൽ ബലം പ്രാപിച്ച്, ഈ നാളുകളിൽ ശക്തിപ്പെട്ട് ദൈവകൃപയിൽ നിലനിൽക്കുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മളോട് വ്യക്തമായി മുന്നറിയിപ്പ് നൽകുക. പ്രിയ സഹോദരി സഹോദരങ്ങളെ, അവരവരെ ചിന്തിക്കുക. ദൈവത്തോടുള്ള ആത്മാർത്ഥത എത്രത്തോളം നമ്മൾ സഭയുടെ ശുശ്രൂഷകരെ കാണിക്കുവാൻ ആരാധനയ്ക്ക് പോകുന്നു? നമ്മുടെ പ്രാർത്ഥനകൾ വെറും പ്രകടനങ്ങളായി മാത്രം തീരുന്നുവോ? അതോ ഞാനും എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഉദാത്തമായിട്ടുള്ള ശക്തി കേന്ദ്രമാണോ എന്റെ പ്രാർത്ഥന, എന്റെ ആരാധന, എന്റെ കൂട്ടായ്മ, എന്റെ കൂടിവരവ്? ശക്തി ഒരു കാരണവശാലും ശോഷിച്ചു പോകരുത്. യാതൊരുവിധ ദലീലയും, അത് ഓൾഡ് ഏജിന്റെ ആണെങ്കിലും കൊള്ളാം, ന്യൂജനിന്റെ ആണെങ്കിലും കൊള്ളാം, ഒരു ദലീലയും നമ്മെ പിടിച്ചൊതുക്കുവാൻ അനുവദിക്കരുത്. വചനം പറയുന്നു, നിങ്ങൾ പിശാചിന്റെ പ്രവർത്തികളെ അറിയാത്തവരല്ലല്ലോ, അതുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. ആ സ്വർഗീയ സർവായുധവർഗം ധരിച്ച് പിശാചിനോട് എതിർത്ത് നിന്ന് ദൈവകൃപയോടെ അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ദൈവവേലയിൽ ശോഭിക്കുവാൻ ഇന്നത്തെ ദിനം പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ. അതിന് ഈ വചനം നമുക്കൊരു ഗുണപാഠമായി, ഒരു പുനർചിന്തയ്ക്ക് കാരണമായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ ശക്തി കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം ദൈവസന്നി താഴ്ത്തി ഏൽപ്പിച്ച് ഒരു പുതിയ പ്രതിഷ്ഠയോടെ ഈ ദിനത്തിലേക്ക് പ്രവേശിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഇടയവനും പരിപാലകനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി ഞങ്ങളെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ച ദൈവത്തിനായി സ്തോത്രം. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ചുറ്റും പതിയിരിക്കുന്ന പലവിധ ദലീലുകൾ ഞങ്ങളെ പിടിച്ചൊതുക്കുവാൻ പുതിയ പുതിയ പദ്ധതി ഇടുമ്പോൾ, ദലീലയിൽ ഞങ്ങൾ ഒതുങ്ങിത്തീരാതെ ഞങ്ങളുടെ ശക്തി ഇന്നിന്റെ ദലീലുകളിൽ ക്ഷയിച്ചു പോകാതെ അങ്ങയിൽ മാത്രം ശരണപ്പെട്ട് മുന്നേറുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുന്നു. ഒരുക്കത്തോടും പുനഃസമർപ്പണത്തോടും അങ്ങയുടെ പാദപീഠത്തിൽ അടുത്തു വരുന്നു. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും പുനഃപ്രതിഷ്ഠയുടെയും ദിനമായി ദൈവകൃപയോടെ നടത്തണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതം ദൈവത്തിനും ദൈവസഭയ്ക്കും നമുക്കും ആത്മീയ വർധനയ്ക്ക് കാരണമാകണം. അതിന് വിപരീതമായി ഏതെല്ലാം സമ്മർദ്ദങ്ങൾ നമ്മിൽ ഏറി വന്നാലും അവിടെ നമ്മുടെ ആത്മശക്തി പണയം വെക്കാതെ, അടിയറവ് വെക്കാതെ ദൈവകൃപയിൽ മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുക്കട്ടെ. ജീവജലം ശ്രവിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം എല്ലാ നിലയിലും അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ വഴി നടത്തട്ടെ. കർത്താവിന്റെ അനുഗ്രഹമേറിയ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി.
God bless you all.